എങ്ങനെ ഒരു സീരിയൽ കില്ലറെ ഇഷ്ടമാവും? ഡെക്സ്റ്റർ കണ്ടാൽ ആ സംശയം മാറിക്കിട്ടും. 2006 മുതൽ 2013 വരെ ടെലികാസ്റ്റ് ചെയ്ത 8 സീസണുകളിലായി 96 എപ്പിസോഡുകളുള്ള സീരീസാണ് ഡെക്സ്റ്റർ. അമേരിക്കയിലെ മയാമിയിലാണ് കഥ നടക്കുന്നത്. ഡെക്സ്റ്റർ മോർഗൻ എന്നൊരു സീരിയൽ കില്ലറുടെ കഥയാണിത്. ആളുകളെ കൊല്ലണം എന്ന തീവ്രമായ ആവശ്യമുള്ള ഒരു സൈക്കോപാത്താണ് ഡെക്സ്റ്റർ. അതേസമയം ഡെക്സ്റ്റർ മയാമി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഫോറൻസിക് എക്സ്പേർട്ട് കൂടിയാണ്. ചെറുപ്പത്തിൽ മൃഗങ്ങളെ കൊന്നു ശീലിച്ച ഡെക്സ്റ്ററിന്റെ ഈ രഹസ്യം പോലീസായ അച്ഛൻ കണ്ടുപിടിച്ചു. മകനെ ഇതിൽ നിന്ന് തടയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മോർഗൻ അവനെ പിടിക്കപ്പെടാതെ എങ്ങനെ കൊലപാതകം ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ ഡെക്സ്റ്റർ 2 ജീവിതം ജീവിക്കുന്നു. പകൽ കൊലപാതകം ചെയ്യുന്നവരെ കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുന്നു, രാത്രി കൊലപാതകങ്ങൾ ചെയ്യുന്നു. എങ്കിലും ഡെക്സ്റ്ററിനെ അച്ഛൻ ഒരു മോറൽ കോഡ് പഠിപ്പിക്കുന്നു. ക്രിമിനലുകളെ മാത്രം കൊല്ലുക, നിരപരാധികളെ കൊല്ലരുത്. അതുകൊണ്ട് തന്നെ ഡെക്സ്റ്ററിന് തൻ്റെ അടുത്ത ഇരയെ കണ്ടെത്താനും കൊല്ലാനും കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതേസമയം തൻ്റെ ജോലിയുമായി മുന്നോട്ട് പോകണം. കൂടെയുള്ള നൂറുകണക്കിന് പോലീസുകാർക്ക് സംശയമില്ലാതെ. ഇതിൻ്റെ ഒക്കെ മുകളിലുള്ള മറ്റൊരു കടമ്പയാണ് ഡെക്സ്റ്ററിൻ്റെ സഹോദരി ഡെബ്ര. ഡെബ്രയും ഒരു പോലീസുകാരിയാണ്. ഡെക്സ്റ്റർ ഒരു സൈക്കോപാത്ത് ആണെന്നും ഒരു സീരിയൽ കില്ലർ ആണെന്നും അറിയുന്ന ലോകത്തിലെ 2 പേര് ഡെക്സ്റ്ററും മരിച്ചുപോയ അച്ഛനുമാണ്. ഇപ്പോൾ അറിയാവുന്നത് ഡെക്സ്റ്ററിന് മാത്രം. എത്ര കാലം തൻ്റെ ഈ രഹസ്യം ഒളിപ്പിച്ച് ഡെക്സ്റ്ററിന് മുന്നോട്ട് പോകാനാവും? അതേസമയം കൊലപാതകങ്ങൾ ചെയ്യാതിരിക്കാനും കഴിയില്ല. ഇതാണ് ഈ സീരീസിന് തുടർന്നുള്ള കഥ. സീരീസിലെ ഓരോ സീസണും കോമണായി ഡെക്സ്റ്ററിന്റെ ലൈഫാണ് പറയുന്നതെങ്കിലും ഓരോ സീസണിലും ഡെക്സ്റ്ററിനേക്കാൾ മികച്ചൊരു സീരിയൽ കില്ലർ വരികയും അവരെ ഡെക്സ്റ്റർ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതുമാണ് പ്രധാന പ്ലോട്ട്. ഒരു വിജിലാൻറ്റി ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾ തന്നെ അത് കണ്ടുപിടിക്കണം എന്നതിലെ ഐറണിയാണ് സീരീസിലെ നല്ല മൊമെന്റ്സ്. അതേസമയം സഹോദരി ഡെബ്രയുടെ ക്യാരക്ടറും റിലേറ്റബിൾ ആണ്. ഫോറൻസിക്കിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയി ഞാൻ വേറൊരു സീരീസിലും സിനിമയിലും കണ്ടിട്ടില്ല. കാരണം ഫോറൻസിക്കിലെ ബ്ലഡ് സ്പാറ്റർ എക്സ്പേർട്ടായ ഡെക്സ്റ്റർ താൻ ചെയ്യുന്ന കൊലകളിൽ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നു. ഒരു തെളിവും അവശേഷിക്കാതെ കൊല്ലാനുള്ള എല്ലാ ടെക്നിക്കും ഡെക്സ്റ്റർ ഉപയോഗിച്ചിരുന്നു. അതേസമയം മറ്റ് സീരിയൽ കില്ലേഴ്സിനെ കണ്ടെത്താനും ഇതേ കഴിവ് ഉപയോഗിക്കുന്നു. സീരീസ് തുടങ്ങി വൈകാതെ തന്നെ നമ്മൾ ഡെക്സ്റ്ററിന്റെ കട്ട ഫാനാകും എന്നാണ് ഈ സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു നെഗറ്റീവ് സ്റ്റൈലിലാണ് സീരീസ് പോകുന്നത്. അതായത് മിക്കപ്പോഴും നമ്മൾ ഡെക്സ്റ്ററിന്റെ മൈൻഡ് വോയിസ് ആണ് കേൾക്കുന്നത്. സാധാരണ മനുഷ്യർക്ക് ഉള്ളതുപോലുള്ള ഫീലിംഗ്സ് ഒന്നും ഇല്ലാത്ത ഡെക്സ്റ്ററിന്റെ ഇത്തരം സംസാരത്തിൽ വരുന്ന നർമ്മങ്ങൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഈ സീരീസിൽ ഒരു ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആളെ സംതൃപ്തിപ്പെടുത്തുന്ന എല്ലാമുണ്ട്. ഡബിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന നായകൻ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, ഇഷ്ടംപോലെ സീരിയൽ കില്ലേഴ്സ്, ഒരുപാട് ത്രില്ലിംഗ് മൊമെന്റ്സ്, അതേസമയം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള കഥയിൽ റോളുള്ള സപ്പോർട്ടിംഗ് കാസ്റ്റ്. മിക്കപ്പോഴും സീരീസിന്റെ ത്രിൽ കൂട്ടുന്നത് ഈ സപ്പോർട്ടിംഗ് കാസ്റ്റിന്റെ അപ്രതീക്ഷിത ഇടപെടലാണ്. ഹൈ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സീരീസ് ഓരോ സീസണും ഓരോ സിനിമ പോലെയാണ്. അതേസമയം നമ്മെ എപ്പോഴും എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്താൻ അവസാനം വരെ നീളുന്ന ഒരു കോമൺ കഥയ്ക്ക് കഴിയുന്നുണ്ട്. ഡെക്സ്റ്റർ എന്ന ക്യാരക്ടറിന് വേണ്ടി മാത്രം ഈ സീരീസ് കാണാം. അത്രയ്ക്കും പ്രേക്ഷകരോട് കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യം ചോദിച്ചത്, ഒരു സീരിയൽ കില്ലറെ ഇഷ്ടപ്പെടാൻ കഴിയുമോ എന്ന്. കൊല്ലുക എന്ന തൻ്റെ അടിസ്ഥാന ആവശ്യം ഡെക്സ്റ്റർ നിറവേറ്റുമ്പോൾ അതിൽ നമുക്കും ഒരു നീതി കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ സീരീസ് നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കുന്നു. ഡെക്സ്റ്ററിലെ ബ്ലാക്ക് കോമഡി സീരിയൽ കില്ലറെ ഗ്ലോറിഫൈ ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നു. ചോര കണ്ടാൽ പേടിക്കുന്ന ആളുകൾക്ക് ഈ സീരീസ് അത്ര നല്ല ചോയ്സ് അല്ല. സീരിയൽ കില്ലർ കഥകളോടും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സിനോടുമുള്ള എൻ്റെ അതിയായ താല്പര്യത്തിന് പൂർണ്ണ സംതൃപ്തി നൽകിയ സീരീസാണ് ഡെക്സ്റ്റർ. സീരീസിന്റെ എൻഡിങ് പല ഫാൻസിനും ഇഷ്ടമായില്ലെങ്കിലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സീരീസുകളിൽ ഇടം പിടിക്കാൻ ഡെക്സ്റ്റർ മോർഗൻ എന്ന ക്യാരക്ടർ തന്നെ ധാരാളം.